2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ നല്ലൊരു വായനക്കാരിയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്നെക്കുറിച്ചും എൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ചും എഴുതാൻ മാത്രമാണ് ഞാൻ കൂടുതലും പുസ്തകങ്ങൾ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ കാണുന്ന ഈ 3 പുസ്തകങ്ങളും അതിൽപ്പെട്ട പുസ്തകങ്ങളാണ്. ഇടയ്ക്കൊക്കെ ഇതെടുത്ത് ഞാൻ വായിക്കാറുണ്ട്. പണ്ട് പരാജയങ്ങളെടുത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നാറില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഉമ്മ സ്പെഷ്യലായി ഉണ്ടാക്കി തന്ന രാവിലത്തെ ചായക്കടി കാണിച്ചു തരാട്ടോ. ഇത് യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ഉമ്മാൻ്റെ പരീക്ഷണം വിജയിച്ചതോടെ ഞാനും ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാന്നുള്ളത്. പക്ഷെ യൂട്യൂബ് വേണ്ട, സ്വന്തമായിട്ട് ഒരു ഐഡിയക്ക് ഉണ്ടാക്കാന്നുള്ളത്. ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഫ്രൂട്ട്സ് വെച്ചിട്ട് ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലുമല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെ അടുക്കളയിൽ പോയി തപ്പിയപ്പോൾ എനിക്ക് ബെന്ന് കിട്ടിട്ടോ. അപ്പോൾ ബെന്ന് വെച്ചിട്ട് എന്തെങ്കിലും സ്പെഷ്യലാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 2 അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഒരു ബർഗറിനുള്ള വകുപ്പ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഫിക്സഡ്, നമുക്കിനി ബർഗർ ഉണ്ടാക്കാന്നുള്ളത്. ബർഗറിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പോയ സമയം കൊണ്ട് എൻ്റെ ബണ്ണ് കാണുന്നില്ല. ഞാൻ കുറേ നോക്കി, പക്ഷെ കാണുന്നില്ല. പിന്നെയാണ് ഒരാളെ മുഖത്തേക്ക് നോക്കിയപ്പം അത് അവിടെ നിന്ന് കഴിക്കുന്നത് കാണുന്നത്. സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വന്നു, ദേഷ്യവും വന്നു. പക്ഷെ രണ്ടും ഞാൻ എന്ത് ചെയ്തു, കടിച്ചമർത്തി. കാരണം വിചാരിച്ചു ലാസ്റ്റ് ഒന്നെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബർഗർ പരിപാടിയിലോട്ട് പോകാട്ടോ. മുട്ട കുഞ്ഞായി ഉണ്ടാക്കിയതാട്ടോ ഒന്ന് നമ്മൾ ബർഗറിലോട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ടും ആയിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാതും അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, വെറുതെ പറഞ്ഞതാട്ടോ. നിങ്ങൾക്ക് ഭംഗിയൊന്നും തോന്നൂല, എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് വലിയ കാര്യമായിരിക്കും. കഴിച്ചിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ബർഗർ സ്റ്റോറി ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.